രദീന സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന സിനിമ സമീപകാല മലയാള സിനിമയിൽ കണ്ടുവരുന്ന പോലീസ് നടപടിക്രമങ്ങളുടെ അതേ പാത പിന്തുടരുന്ന ഒരു ത്രില്ലർ ഡ്രാമയാണ്. ഒരു രാത്രി പെട്രോളിംഗിനിറങ്ങുന്ന ജാൻസി കുര്യൻ, കോൺസ്റ്റബിൾ ഹരീഷ് എന്നിവർ ഒരു സംഭവത്തിന് സാക്ഷിയാകുകയും എന്നാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ഭയന്ന് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് കഥ തുടങ്ങുന്നത്. പിന്നീട് ഈ സംഭവം ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തെയും വ്യക്തിബന്ധങ്ങളെയും പ്രതിസന്ധിയിലാക്കുമ്പോൾ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനായി ഇരുവരും നടത്തുന്ന ശ്രമങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. സാങ്കേതികമായി ഷെഹ്നാദ് ജലാലിന്റെ ഛായാഗ്രഹണം മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും ജേക്സ് ബിജോയിയുടെ സംഗീതം ചിത്രത്തിന്റെ വൈകാരിക തലം വർദ്ധിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു. മൊത്തത്തിൽ പാതിരാത്രി മികച്ച പ്രകടനങ്ങളും നല്ല ഉദ്ദേശ്യവുമുള്ള എന്നാൽ ദുർബലമായ എഴുത്തിന്റെ കുറവുമൂലം വേണ്ടത്ര തീവ്രതയോ പുതുമയോ നൽകാൻ കഴിയാതെ പോയ ഒരു ശരാശരി പോലീസ് ഡ്രാമയാണ്. സാധാരണ ത്രില്ലറുകളിലെ വേഗതയും ആകാംക്ഷയും ഒഴിവാക്കി യൂണിഫോമിനുള്ളിലെ മനുഷ്യരുടെ ഏകാന്തത, ധാർമ്മിക സങ്കീർണതകൾ, വ്യക്തിപരമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് ക്യാമറ തിരിക്കുന്നതിൽ സംവിധായിക ശ്രദ്ധിക്കുന്നുണ്ട്. നവ്യ നായരുടെയും സൗബിൻ ഷാഹിറിന്റെയും മികച്ച പ്രകടനങ്ങളാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ജാൻസിയുടെ നിസ്സഹായതയും ഹരീഷിന്റെ അനുഭവസമ്പന്നതയും തമ്മിലുള്ള വൈകാരിക അടുപ്പം സിനിമയുടെ വിജയങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. എന്നിരുന്നാലും ഷാജി മാറാടിന്റെ തിരക്കഥ പൊതുവെ ദുർബലവും പ്രവചനാത്മകവുമാണ് എന്ന വിമർശനം ഉയരുന്നുണ്ട്. കഥയിലെ ദുരൂഹത വേഗത്തിൽ അഴിഞ്ഞുപോവുകയും മറ്റു ത്രില്ലറുകളുമായി സാമ്യം തോന്നുകയും ചെയ്യുന്നത് സിനിമയുടെ സസ്പെൻസ് ഇല്ലാതാക്കുന്നു. കൂടാതെ പ്രധാന കഥാപാത്രങ്ങളുടെ വൈകാരിക മാറ്റങ്ങൾ പോലും സ്വാഭാവികമായ വികാസമില്ലാതെ തിരക്കഥയുടെ സൗകര്യത്തിനായി കൊണ്ടുവന്നതുപോലെ അനുഭവപ്പെടുന്നു.